കൊല്ലം പഴയാറ്റിൻകുഴിയിൽ ബജാജ് സർവീസ് സെന്ററിൽ തീപിടുത്തം. ഇലക്ട്രിക് സ്കൂട്ടറുകൾ അടക്കം നിരവധി ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അവധി ദിവസമായതിനാൽ സർവീസ് സെന്ററിൽ ജീവനക്കാരുണ്ടായിരുന്നില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ലിജോ റോളൻസിന് വിവരങ്ങൾ നൽകാൻ. ലിജോ, എപ്പോഴാണ് ഈ ഒരു അപകടം നടക്കുന്നത്? തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? കൊല്ലം പഴയാറ്റിൻകുഴിക്ക് സമീപത്താണ് ഇത്തരത്തിൽ ബജാജിന്റെ ഒരു സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത്. അതിന്റെ മുൻവശത്തായി അതിന്റെ സെയിൽസും അതിന്റെ മുന്നിൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പിൻഭാഗത്ത് ഇങ്ങനെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അവധിയായിരുന്നു. പുക ഉയരുന്നത് കണ്ടുകൊണ്ട് സമീപത്തെ സ്ഥാപനത്തിലെ ആളുകളാണ് ഈ സർവീസ് സെന്ററിലെ ആളുകളെ വിവരം അറിയിക്കുകയും വന്ന് പരിശോധിക്കുന്ന സമയത്താണ് തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കിയും ഫയർഫോഴ്സിനെ ഉൾപ്പെടെ അറിയിക്കുകയും കടപ്പക്കടയിൽ നിന്നും അണ്ടമശത്ത് നിന്നും ഉൾപ്പെടെ ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും ചെറിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ അണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉൾപ്പെടെ നിരത്തി വെച്ചിരിക്കുകയായിരുന്നു. സർവീസിന് എത്തിയവയുണ്ട്, ഒപ്പം തന്നെ പുതുതായി വിൽക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന ഉൾപ്പെടെയുള്ളവ ഉണ്ടായത്. അവയെല്ലാം തന്നെ പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നഷ്ടമുണ്ടായി എന്നുള്ളതെല്ലാം ഇനി അടുത്ത ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വ്യക്തമാവുക.